ഗുഡ് ഡേ ടു ഓൾ. നമ്മൾ വളരെ കാലമായിട്ട് കാത്തിരുന്ന ഒരു പുതിയ പ്രോജക്റ്റ്, അതായത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഈ ഡിസംബറോടെ ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും അതുപോലെ നൈബറിംഗ് കൺട്രീസിലെ പോർട്ടുകൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഡെപ്ത് ഡ്രാഫ്റ്റ് എന്ന് പറയും, 20 മീറ്ററോളം നാച്ചുറൽ ഡെപ്ത് കിട്ടുന്ന ഒരേ ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ഈ ഡെപ്ത് ഡ്രെഡ്ജിങ് ഇല്ലാതെ തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. ഡ്രെഡ്ജിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 26 മീറ്ററോളം ഡെപ്താണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് വേറെ പലതുമുണ്ട്. അതിലൊന്നാണ് ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് റൂട്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. മറ്റുള്ള ഇന്ത്യൻ പോർട്ടുകളിൽ ഇത് വളരെ ഏകദേശം 90 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ അകലത്തിലാണ് ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് റൂട്ട് കിടക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ പ്രൊജക്റ്റായ ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന പ്രൊജക്റ്റ് അവർ കണക്കാക്കിയിരുന്നത് മുണ്ട്രയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നടത്താനായിരുന്നു. അപ്പോഴാണ് വിഴിഞ്ഞം എന്നുള്ളൊരു ഓപ്ഷൻ, ഇതുപോലെ ഹൈ സീസിൽ കിട്ടുന്ന ഒരു പോർട്ട് നമുക്ക് അവൈലബിൾ ഉണ്ട് എന്നറിയുന്നത്. അതുകൊണ്ടാണ് വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. വിഴിഞ്ഞം പോർട്ട് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പിന് DFBOT വ്യവസ്ഥയിലാണ് 40 വർഷത്തെ കരാർ കൊടുത്തിരിക്കുന്നത്. DFBOT എന്ന് പറഞ്ഞാൽ ഡിസൈൻ, ഫിനാൻസ്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. 40 വർഷം പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അദാനി ഗ്രൂപ്പിന് ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം. ഈ ഒരു വ്യവസ്ഥയിലാണ് ഈ പോർട്ടിൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. വിഴിഞ്ഞത്തിനെ സംബന്ധിച്ച് നൈബറിംഗ് പോർട്ട്സായ കൊളംബോ, ശ്രീലങ്കയിലെ കൊളംബോ, സിംഗപ്പൂർ പോർട്ട്, ജബലലി പോർട്ട് ദുബായിലെ, പോർട്ട് കലാങ് പോർട്ട് മലേഷ്യയിലെ, ഇവരൊക്കെയാണ് മെയിൻ കോമ്പറ്റീറ്റേഴ്സ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുകൾ. ഇന്ത്യയിലേക്ക് വരുന്ന 60% കാർഗോയും ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നത് ഈ പോർട്ടുകളിലാണ്. കൊളംബോയെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കാർഗോയും ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നത് കൊളംബോയിലാണ്. കൊളംബോ പോർട്ടിനെ സംബന്ധിച്ച് അവരുടെ കപ്പാസിറ്റിയുടെ 70% വരുന്നുണ്ട് ആ വോളിയം. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ വോളിയവും മറ്റ് നൈബറിംഗ് പോർട്ടുകളിൽ നിന്ന് കിട്ടുന്ന വോളിയവും ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട വോളിയം കിട്ടുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പല വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നടത്തി കൊടുക്കേണ്ടതുണ്ട്. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, ഇതുകൂടാതെ കോസ്റ്റൽ ഷിപ്പിങ്ങും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മറ്റ് ലൊക്കേഷനുകളിലുള്ള മറ്റ് പോർട്ടുകളിലുള്ള വോളിയം അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ 16,000 കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന വെസലുകൾ വരെ വിഴിഞ്ഞം പോർട്ടിൽ കോൾ ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഈ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ഫെസിലിറ്റികളും, കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷനുകൾ, ലോറി ട്രാൻസ്പോർട്ടേഷൻ, മറ്റുള്ള വെയർഹൗസിംഗ് ഫെസിലിറ്റികൾ, ഇവിടെയൊക്കെ ധാരാളം ജോലി സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഈ വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ആദ്യത്തെ ഫേസ് ഈ ഡിസംബറോടെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത 3 ഫേസുകളിലായിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ഫേസ് കൂടെ കഴിയുമ്പോഴത്തേക്കും ബൾക്ക് വെസൽസ് കൂടെ കോൾ ചെയ്യത്തക്ക വിധത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്നാണ് അദാനി പോർട്ടിൻ്റെ ഉദ്ദേശം. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിലേക്ക്, ലോജിസ്റ്റിക്സ് മേഖല, സപ്ലൈ ചെയിൻ മേഖലയിലേക്ക് കൂടുതൽ ജോലി സാധ്യതകളാണ് ഉണ്ടാകാൻ പോകുന്നത്. പുതിയ ഷിപ്പിംഗ് ലൈനുകൾ, NVOCC ഏജൻറ്റുകൾ, കസ്റ്റംസ് ഹൗസ് ഏജൻസികൾ, സ്റ്റീവഡോറിംഗ് വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഓഫീസുകളിൽ നിരവധി ജോലി സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ കസ്റ്റമർ കെയർ, ഡോക്യുമെൻറ്റേഷൻ, പോർട്ട് ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള മേഖലകളിലും ജോലി സാധ്യതകൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ പഠിച്ച സ്റ്റുഡൻസിന് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.